ഈ പറഞ്ഞ ഭാരതരത്ന ഏറ്റവും പവിത്രമായൊരു അവാർഡല്ലേ നമ്മുടെ രാജ്യത്തെ? ഏറ്റവും പ്രമുഖമായ അവാർഡല്ലേ? ഈ ഭാരതരത്ന ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എങ്ങനെയാണ് വിനിയോഗിക്കപ്പെട്ടത്? നോക്കൂ, അത് കർപ്പൂരി താക്കൂർക്ക് കൊടുക്കുന്നു. കർപ്പൂരി താക്കൂർക്ക് കൊടുക്കുന്നതിനകത്തൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ആ ഒറ്റ കാരണത്തിൽ രാജ്യത്ത് രൂപപ്പെട്ടു വന്നൊരു പ്രതിപക്ഷ മുന്നണിയുടെ മുഖ്യ സൂത്രധാരനെ ഇപ്പുറത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇത് മാച്ച് ഫിക്സിംഗ് അല്ലേ? ED വിട്ടിട്ട് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ, അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഞങ്ങളുടെ 2 മുഖ്യ കളിക്കാരെ അകത്താക്കിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കിയിരിക്കുന്നു, അതേപോലെ തന്നെ ഷിബു സോറിനെ പിന്നെ ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്നു. അതേപോലെ അവസാനം സംഭവിച്ചത് എന്താണെന്നേ, മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ ഒരു 3 മണ്ഡലത്തിലെങ്കിലും സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവാണ് അശോക് ചവാനെ ED വിട്ട് വരട്ടിയിട്ട് നേരെ പിടിച്ച് ഇപ്പുറത്തോട്ട് ഇടുകയാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? അതിന് തൊട്ടു മുമ്പ് മഹാവികാസ് അഘാടി ഗംഭീരമായി പെർഫോം ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. അവിടെയാണ് NCPയെ പിളർത്തിയിട്ട് അജിത് പവാറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതും ഈ പറയുന്ന CBI കാണിച്ച് വരട്ടിയിട്ടാണ്. ഇതൊക്കെ മാച്ച് ഫിക്സിംഗ് അല്ലെങ്കിൽ പിന്നെ എന്താണ്?